തുല്യ അവകാശങ്ങളുള്ള ഇന്ത്യൻ പൗരന്മാരെ പല തട്ടുകളാക്കാനുള്ള നീക്കം എതിർക്കണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്നാൽ നിയമത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ നിയമം നടപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങൾ കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ ആരംഭിച്ചിരുന്നു. നിയമം നടപ്പാക്കുന്നതിന് BJPയുടെ തന്ത്രമാണ് എന്നതുപോലെ തന്നെ നിയമം നടപ്പാക്കില്ലെന്ന് പറയുന്നതും മുഖ്യമന്ത്രിയുടെ തന്ത്രം മാത്രമാണ്. അതേസമയം CAAയ്ക്ക് എതിരായ നിലപാടിൽ ഇടതുമുന്നണി ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. പൗരത്വ ഭേദഗതി നിയമം 2019 നടപ്പാക്കുമെന്ന പ്രഖ്യാപനത്തോടെ ഇടവേളയ്ക്ക് ശേഷം CAA വീണ്ടും ചർച്ചയിൽ സജീവമാകുകയാണ്. നിയമം നടപ്പാകുന്നതോടെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങളല്ലാത്ത കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകുന്നതിനുള്ള വഴിയൊരുക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. CAA നിയമങ്ങൾ പുറപ്പെടുവിക്കുന്നതോടെ 2014 ഡിസംബർ 31 വരെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ അമുസ്ലിം കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിക്കും. ഹിന്ദുക്കൾ, സിഖുകാർ, ജൈനർ, ക്രിസ്ത്യൻ വിഭാഗക്കാർക്കാണ് പൗരത്വം നൽകുക. 2019 ഡിസംബറിലാണ് ഏറെ വിവാദമായ CAA പാസാക്കിയത്. തുടർന്ന് രാജ്യത്തുടനീളം പ്രതിഷേധങ്ങളുണ്ടായി. നിയമം കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിരുന്നില്ല ഈ പ്രതിഷേധങ്ങളെ തുടർന്ന്. എന്നാൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പൗരത്വ ഭേദഗതി നിയമം അപ്രതീക്ഷിതമായി കേന്ദ്രം വിജ്ഞാപനം ചെയ്തു. നിയമം നടപ്പാക്കുന്നതിനായി 2020 മുതൽ ആഭ്യന്തര മന്ത്രാലയം പാർലമെന്ററി കമ്മിറ്റിയിൽ നിന്ന് പതിവായി സമയം നീട്ടി ചോദിക്കുകയായിരുന്നു. 2019 പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമപ്രകാരം അയൽ രാജ്യങ്ങളിൽ മതപരമായ പീഡനം നേരിടുന്ന 6 ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ അനുമതി നൽകുന്നു. മതപരമായ പീഡനം മൂലം 2014 ഡിസംബർ 31 മുൻപ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി, ക്രിസ്ത്യൻ വിഭാഗക്കാർക്കാണ് പൗരത്വം ലഭിക്കുക. CAA മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള പൗരന്മാരെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. മുകളിൽ പറഞ്ഞ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ സമുദായങ്ങളല്ലാതെ മറ്റ് വിദേശികൾക്ക് CAA പ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കാനാകില്ല. നേരത്തെയും രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികൾക്ക് ഇന്ത്യ പൗരത്വം വാഗ്ദാനം ചെയ്തിരുന്നു. ശ്രീലങ്കയിൽ നിന്നുള്ള തമിഴ് വിഭാഗം, ബർമയിൽ നിന്നുള്ള വ്യക്തികൾ, 1970കളിലെ അട്ടിമറിയെ തുടർന്ന് ഉഗാണ്ടയിൽ നിന്നുള്ളവർ എന്നിവരുൾപ്പെടെ വിവിധ ഗ്രൂപ്പുകൾക്ക് ഇന്ത്യ മുൻപ് പൗരത്വവും പുനരധിവാസവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ നിയമം നടപ്പാക്കാനുള്ള നടപടികൾ ആദ്യം ആരംഭിച്ചത് കേരളത്തിലാണ്. നിയമത്തിന്റെ ഭാഗമായി തടങ്കൽ പാളയം നിർമ്മിക്കാൻ നരേന്ദ്രമോദി പറഞ്ഞ ഉടനെ പിണറായി സർക്കാർ നിർമ്മാണം തുടങ്ങിയിരുന്നു. CPM സംഘടനാ സെക്രട്ടറിയുടെ ഭാര്യയുടെ വകുപ്പിന് കീഴിൽ തന്നെ തടങ്കൽ പാളയം നിർമ്മിച്ച സാഹചര്യത്തിൽ പാർട്ടിയുടെ അനുമതിയും ഇതിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് ആരോപണങ്ങളും വാദങ്ങളും ഒക്കെ വരുന്നത്. ദേശീയ പൗരത്വ രജിസ്റ്റർ മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായാണ് തടങ്കൽ പാളയങ്ങൾ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ വർഷങ്ങൾക്ക് മുൻപ് നിർദ്ദേശം നൽകിയത്. പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് ഓർക്കണം.